ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റായിട്ട് ഡ്രീം റൈഡേഴ്സിൻ്റെ കൂടെ റൈഡ് പോവുകയാണ്. ഊട്ടി കിണ്ണക്കോറയാണ് നമ്മുടെ ഡെസ്റ്റിനേഷന്. അപ്പോൾ ഏകദേശം 10-30ഓളം വണ്ടികളുണ്ട് ഈ ഒരു റൈഡിൽ. അപ്പോൾ എന്തായാലും നമ്മൾ മണ്ണാർക്കാടാണ് ഇപ്പോൾ ഇവിടുന്ന് മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഉള്ളവരൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് നിന്നാണ്. ആക്ച്വലി റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ ഓൾറെഡി അവർ ഒരു രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം 5 മണിയൊക്കെ ആയിട്ട് സോളോ ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. പിന്നെ മണ്ണാർക്കാട് നിന്നാണ് ബാക്കിയുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തായാലും നമുക്ക് ബാക്കി വിഷ്വൽസൊക്കെ പോണ വഴിക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മുസ്തഫ കൊടിഞ്ഞി. ആദ്യമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാണ്. ഇതിന് മുന്നേ വേറൊരു ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട, ഞങ്ങൾ വാട്സപ്പിലൂടെ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഒരു റൈഡിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഓൾ ദ ബെസ്റ്റ്. പാടിയിൽ നിന്ന് നമ്മൾ മുള്ളിലേക്ക് തിരിയുന്ന ഡയറക്ഷൻ ഉണ്ട്. 2 ഡയറക്ഷനാണ്. ഒന്ന് ആനക്കട്ടി നേരെ പോവുക, അവിടെ നമ്മൾ മുള്ളിക്ക് തിരിയണം. ആ മുള്ളിക്ക് തിരിയുന്ന ഡയറക്ഷനിൽ നിൽക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നമുക്ക് സനൂനും ബ്രൂട്ടോനും വിളിച്ചിട്ട് നമ്മൾ മണ്ണാർക്കാട് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ജിജോ ചേട്ടൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ആദ്യ വ്യൂ പോയിൻ്റായ മണ്ണാർക്കാട് വ്യൂ പോയിൻ്റാണ് ലക്ഷ്യം. മണ്ണാർക്കാട് വ്യൂ പോയിന്റിൽ നിന്ന് സെൽഫി എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുത്ത ലക്ഷ്യമായ നമ്മുടെ മുള്ളി ചെക്ക് പോസ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ ട്രിപ്പ് മുള്ളിയിലെത്തിയിട്ടുണ്ട്. മുള്ളി ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ വണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 20ഓളം വണ്ടികളുണ്ട്. ഞാൻ നേരത്തെ 30ഓളം വണ്ടികളാണ് പറഞ്ഞിരുന്നത്. കുറേ ആളുകളൊക്കെ പിൻവലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ മുള്ളി നമ്മൾ കേരള ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈ മുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടെ. ജസ്റ്റ് ഒരു ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് പോകണ്ട. എല്ലാവരും ഇവിടെ ബാക്കിലുണ്ട്. കുറേ പേര് ചെക്ക് പോസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ ചില്ലറ കാശൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കയറി. സദാസമയവും ആനകൾ ഇറങ്ങുന്ന ഒരു കാടാണിത്. അതുപോലെ തന്നെ വളരെ ഡേഞ്ചറായ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് റോട്ടിലൊക്കെ ഇഷ്ടംപോലെ ആനപ്പിണ്ടങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ കിടിലൻ ഒരു വൈബാണ് ഇതിലൂടെ ഡ്രൈവ് ചെയ്യുന്നത്. ഏകദേശം 10-15 കിലോമീറ്റർ ഓടിച്ചെന്നപ്പോൾ ഗദ്ദ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു ചെക്ക് പോസ്റ്റ് കൂടി ഉണ്ട്. അവിടുത്തെ ഏമാമാരും കുറച്ച് കാശൊക്കെ മേടിച്ച് വീണ്ടും ഞങ്ങൾ മുകളിലേക്ക് യാത്ര തുടർന്ന്. അതിമനോഹരമായ ഹെയർ പിൻ വളവുകളോട് കൂടിയിട്ടുള്ള ഒരു ചുരമാണിത്. മുള്ളിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ഈ ഒരു റൂട്ട് ബൈക്ക് യാത്രക്കാരുടെ ഇഷ്ട റൂട്ടും കൂടിയാണിത്. ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ റൂട്ടിലൂടെ ഞാൻ കാറിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ മനസ്സിൽ വന്നൊരാഗ്രഹമായിരുന്നു ഈ റൂട്ടിലൂടെ ഒരു ബൈക്ക് റൈഡ് നടത്തണമെന്ന്. എന്തായാലും ഡ്രീം റൈഡേഴ്സിൻ്റെ കൂടെ ഈ യാത്രയിൽ അത് സാധിക്കുകയും ചെയ്തു.
അപ്പോൾ നമ്മൾ ചുരം കയറി കഴിഞ്ഞ് ഏകദേശം ഊട്ടി എത്താറായിട്ടുണ്ട്. ഊട്ടി കയറി എത്തിയിട്ടില്ല, എന്തായാലും ഊട്ടിയോട് അടുത്ത് എത്തിയതാണ്. ചുരം കയറി എത്തുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോയാലാണ് നമ്മൾ ഊട്ടിയിൽ എത്തിച്ചേരുക. ഞങ്ങൾ നേരെ ലെഫ്റ്റിലേക്ക് പോയി മഞ്ചൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് എത്തിയത്. അപ്പോൾ നമ്മൾ മാഞ്ചൂരിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കിന്നക്കോറേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ വണ്ടി ലേറ്റ് ആയിട്ടുണ്ട്, അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഇവിടെ അടിപൊളി വ്യൂ പോയിൻ്റാണിത്. മാഞ്ചൂരിൽ നിന്ന് കിന്നക്കോറേക്കുള്ള ഒരു റൂട്ട് അതിമനോഹരമായിരുന്നു. ഒരു രക്ഷയുമില്ല, കിടിലൻ വൈബാണ്. ശരിക്കും തണുപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഒരു റൂട്ടിൽ നിന്നാണ്. നമ്മൾ ചുരം കയറി കഴിഞ്ഞ് റൈറ്റ് തിരിഞ്ഞാൽ ഊട്ടി, ലെഫ്റ്റ് തിരിഞ്ഞാൽ മാഞ്ചൂർ എന്ന് പറഞ്ഞ ആ ഒരു ജംഗ്ഷനിൽ നിന്ന് മാഞ്ചൂരും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു റൂട്ടിൽ കയറുമ്പോഴാണ് ശരിക്കും തണുപ്പടിച്ച് തുടങ്ങിയത്. വളരെ ഒന്നും പറയാനില്ല, മനോഹരമായ ഒരു റൂട്ടാണ്. ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്രയുടെ ഫുൾ വീഡിയോ റൈഡിങ് വീഡിയോ മാത്രമായിട്ട് ഒന്നുമില്ലാതെ ആ ഒരു വെറും വീഡിയോ മാത്രമായിട്ട് ഞാൻ ചാനലിൽ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി റൂട്ടായിരുന്നു മാഞ്ചൂർ ടു കിന്നക്കോറൈ.
കിന്നക്കോറെ എത്തി. ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച്. കിന്നക്കോറെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊറോണ ഒക്കെ ആയ കാരണം കിന്നക്കോറെ വില്ലേജിലേക്ക് നമ്മളെ ഔട്ട്സൈഡേഴ്സിനൊന്നും അവർ കടത്തി വിടുന്നില്ല. അവിടുന്ന് പെർമിഷനും കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയൊരു സംഘം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് ഊട്ടിയിലേക്ക് തന്നെ പോരുകയാണ് ചെയ്തത്. അവിടെ അധികം ഞങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ റൂമിലെത്തി എല്ലാവരും ഫ്രഷായി. പിന്നെ നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട്, കാരണം വാട്സപ്പിലൂടെ മാത്രമുള്ള പരിചയമായിരിക്കും ചില ആളുകളൊക്കെ. അപ്പോൾ എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ കുറിച്ച് എല്ലാവരും സംസാരിച്ച് വളരെ രീതിയിൽ എൻജോയ് ചെയ്ത് ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ചും ഇനി അടുത്ത ദിവസത്തെ ട്രിപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച്, അതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. നല്ലൊരു രസമുള്ള പരിപാടിയായിരുന്നു. അഡ്മിന്മാരും പിന്നെ ഓരോ ജില്ലയിലെ കോർഡിനേറ്റർമാരൊക്കെ വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അടിപൊളി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ട്രിപ്പ് പോകുന്നത്. പിന്നെ രാത്രി എല്ലാവരും നല്ലൊരു ബിരിയാണിയൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിച്ച്. അപ്പോൾ നമ്മളെ ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ മുള്ളി വഴി ഊട്ടിയിൽ കയറി മാഞ്ഞൂർ വഴി പിന്നെ കിന്നക്കോറയും സ്ഥലത്ത് കിന്നക്കോറെ പോയി. നല്ലൊരു അടിപൊളി റൈഡായിരുന്നു. ഏകദേശം 26 കിലോമീറ്റർ നല്ലൊരു ആംബിയൻസിൽ കോടമഞ്ഞിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് തേയിലത്തോട്ടം അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു അടിപൊളി യാത്രയായിരുന്നു. വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലാണിത്. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഗവൺമെൻറ് ഹോസ്റ്റലാണ്, യൂത്ത് ഹോസ്റ്റൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനുള്ളിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഞങ്ങൾ 32 പേർക്ക് 4 റൂംസായിരുന്നു. ഒരു റൂമിൽ ഏകദേശം 8ഓളം ആളുകളാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റൂമായിരുന്നു എല്ലാതും. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ഇവിടുന്ന് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു, നാടൻ ബിരിയാണി. ഇനിയിപ്പോൾ രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ എല്ലാവരും അവിടെ ഡൈനിങ്ങിൽ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നമുക്കും എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അതാ ഹാപ്പിയാണ്, വെരി ഹാപ്പി. ഇന്ന് രാവിലെ മോർണിംഗ് മുഴുവനും ഊട്ടിയുടെ തെരുവാരങ്ങൾ മുഴുവനും സ്ട്രീറ്റ് മുഴുവനും കറങ്ങി നടക്കുകയായിരുന്നു. വളരെ ഹാപ്പിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഊട്ടിയിൽ സ്റ്റേ എടുക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നേരത്തെ റൈഡ്? അങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി റൈഡ് അടിപൊളി അല്ലേ? നമ്മുടെ സ്വന്തം ബ്രൂട്ടോ മലയാളി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലല്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടികളും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. 1-2 വണ്ടിയും കൂടി റെഡി ആയിട്ട് വരാണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് കൂണൂർ അതുപോലെ തന്നെ കോട്ടഗിരി 2 സ്ഥലങ്ങളിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ വഴികളിലായിട്ട് പിരിഞ്ഞു പോകും. ഓക്കെ,
അപ്പോൾ കോട്ടഗിരി വന്നിട്ട് കോടനാട് വ്യൂ പോയിൻറ്റിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മളെ കോട മഴയായിട്ട് ഭയങ്കര മഴയാണ്, ഒന്നും കാണാനില്ല. അപ്പോൾ കോടനാട് വ്യൂ പോയിൻ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് മേട്ടുപ്പാളയം വഴി നാട്ടിലേക്ക് ഇറങ്ങാനുള്ള പരിപാടി. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. നല്ല ചൂട് ചായയും ഉള്ളിവടയും പരിപ്പോട. ആണ് രണ്ടാമത്തെ ഒരു ഉള്ളിവടയും കൂടി കൊടുക്കും. നല്ല ചൂടുള്ളിവട കേട്ടോ, അടിപൊളിയാണ്. എല്ലാവരും ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഊട്ടിയിൽ നിന്ന് കൊട്ടഗിരി റൂട്ടിൽ കുറച്ച് കയറിയപ്പോഴേക്കും ഭയങ്കര കോടയും ഒപ്പം മഴയും വന്നതിനാൽ നമുക്ക് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല രസമുള്ളൊരു റൂട്ടും അതുപോലെ തന്നെ കോടയും മഞ്ഞും ഒക്കെ ഇറങ്ങിയത് കൊണ്ട് നല്ല രസമായിരുന്നു റൈഡിങ്. പക്ഷേ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ നമ്മളവിടുന്ന് റൂമിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായിപ്പോയി. ഒരു വണ്ടി കംപ്ലൈൻ്റായി. പിന്നെ അത് വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി. അതുപോലെ തന്നെ നമ്മളെ കൂടെ റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ചെറിയൊരു കണ്ണിൽ ചെറിയ വിഷയം വന്നു. അപ്പോൾ അത് കാരണം ഡോക്ടറൊക്കെ കാണിച്ചപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ കോട്ടഗിരി എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ കോടനാട് വ്യൂ പോയിൻറ്റിലൊന്നും പോകാൻ സാധിച്ചില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ അങ്ങനെ മേട്ടുപ്പാളയം വഴി നാട്ടിലേക്ക് തിരിക്കാനുണ്ടായത്. അപ്പോൾ കുറച്ച് ടീം പാലക്കാടും തൃശ്ശൂരൊക്കെ ഉള്ളവർ മേട്ടുപ്പാളയം അങ്ങനെ അവിടുന്ന് പാലക്കാട് തൃശ്ശൂരൊക്കെ ആയിട്ട് പോയി. ഞങ്ങൾ മലപ്പുറത്തുള്ള 4-5 ആൾക്കാർ നേരെ പാലക്കാട് റൂട്ടിന് വന്ന് അവിടുന്ന് നേരെ ആനക്കട്ടി വീണ്ടും മണ്ണാർക്കാട് വഴി നാട്ടിലേക്ക് തിരിച്ചു പോരാനുണ്ടായത്. വളരെ നല്ല രസമുള്ളൊരു റൈഡായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് പരിചയമില്ലാത്ത ആയിട്ട് കൂടി എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള റൈഡുകൾ നമ്മൾ DRKൻ്റെ കൂടെ പോവും. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.